നന്ദഗോവിന്ദം ഭജൻസ് എന്ന പേരിൽ ഭജന ട്രൂപ്പുകൾ ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ്. അവർക്ക് നല്ല പരിപാടികൾ കിട്ടുന്നുണ്ട്. മിക്കവാറും ക്ഷേത്രങ്ങളിലൊക്കെ ഇവരുടെ പ്രോഗ്രാം ഒരു അനിവാര്യ പരിപാടിയായി മാറിക്കഴിഞ്ഞിട്ടുമുണ്ട്. ഈ കിട്ടിയ വലിയ പബ്ലിസിറ്റിയും അതിലൂടെ അവർക്ക് ലഭിക്കുന്ന സാമ്പത്തിക ശേഷിയും എല്ലാം കൂടെയൊക്കെ ഇങ്ങനെ വർദ്ധിച്ചു വന്നപ്പോൾ ഒരു പക്ഷേ അവർക്ക് തന്നെ തോന്നിയിട്ടുണ്ടാവും തങ്ങൾ ഏതാണ്ടൊരു വലിയ സംഭവമാണെന്ന്. അതൊരു വശത്തും. എന്നാൽ ഈ ഒരു സന്ദർഭം മറ്റ് ചിലർ വേറെ രീതിയിൽ ചൂഷണം ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ചിത്രമാണ് ഇപ്പോൾ രംഗത്ത് വന്നിട്ടുള്ളത്. അതായത് ക്രൈസ്തവ ഭജന കൂടി ഇതിൽ ഉൾപ്പെടുത്തുന്ന ഒരു രീതി. ചിലരൊക്കെ പറയുന്നത് അവർ പഠിച്ചത് ഈ ക്രൈസ്തവ സ്കൂളുകളിലാണ്, അവിടെ നല്ല പെരുമാറ്റമായിരുന്നു, നല്ല രീതിയിൽ വളർന്നു വരാൻ സഹായം കിട്ടിയിട്ടുണ്ട്, അതിൻ്റെയൊക്കെ ഒരു നന്ദി സൂചകം എന്ന നിലയ്ക്ക് കൂടിയാണ് എന്നാണ്. അപ്പോൾ ഇത് ഏതായാലും അതൊരു പക്ഷേ സതുദ്ദേശപരമാണെങ്കിൽ പോലും ക്ഷേത്രത്തിനുള്ളിൽ മറ്റൊരു മതത്തിൻ്റെ ദേവതകളെ പുകഴ്ത്തിക്കൊണ്ടുള്ള ഒരു ഭജന സംഘടിപ്പിക്കുന്നത് ശരിയല്ല. പുറത്താകാം. ക്രൈസ്തവ വിശ്വാസമനുസരിച്ച് ഈ ഹിന്ദു ദേവീദേവന്മാരൊക്കെ ഒരു അത്ര ആരാധനയ്ക്ക് അർഹരായിട്ടുള്ളവരല്ല എന്നുള്ളൊരു വിശ്വാസമാണുള്ളത്. അവരുടെ വിശ്വാസ രീതി വേറെയാണ്, ഇസ്ലാമിൻ്റെ വിശ്വാസ രീതിയും വേറെയാണ്. അത് നമുക്കെല്ലാവർക്കും അറിയാം. അതുകൊണ്ടൊക്കെയാണ് നമ്മുടെ രാജ്യത്തൊരു നിയമമുള്ളത്, ഹൈന്ദവ ക്ഷേത്രങ്ങളിൽ അഹിന്ദുക്കൾ പ്രവേശിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പോൾ അങ്ങനെ നിയമമുള്ള ഈ ഒരു നാട്ടിൽ ഈ മറ്റ് ദേവതമാരെ അല്ലെങ്കിൽ ദേവീദേവന്മാരെയൊക്കെ പുകഴ്ത്തിക്കൊണ്ട് നടത്തുന്ന ഭജനകൾ അത് നടത്താൻ പാടുള്ളതാണോ എന്നുള്ളത് ചിന്തിക്കേണ്ട വിഷയമാണ്. എൻ്റെ ഒരു അഭിപ്രായം അത് പാടില്ല എന്ന് തന്നെയാണ്. ഹിന്ദുവിനെ സംബന്ധിച്ചിടത്തോളം അവൻ വളരെ സെക്കുലറാണ്. നമ്മളൊരു ഷോപ്പിൽ ചെന്നാൽ അത് ഹിന്ദുവിൻ്റെതാണോ മറ്റുള്ളവരുടേതാണോ എന്ന് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയും. കാരണം അവിടെ ഒരു കൃഷ്ണൻ്റെ ഫോട്ടോ, യേശുവിൻ്റെ ഫോട്ടോ, ഏതെങ്കിലും ഒരു ഇസ്ലാമികമായിട്ടുള്ള ഒരു ആരാധന സമ്പ്രദായത്തിൻ്റെ ചിത്രങ്ങളോ ഒക്കെ കാണുന്നുണ്ടാകും. അപ്പോൾ എല്ലാ മതങ്ങളുടെയും ചിത്രങ്ങളും ആരാധനാ സമ്പ്രദായങ്ങളെയും ഒക്കെ അംഗീകരിക്കുന്നതിന് ഹിന്ദുവിന് ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷേ എന്നാലും ഒരു ഹൈന്ദവ ക്ഷേത്രത്തിൽ ഇത് നടത്തുന്നതിൽ ഉള്ള ഒരു സാങ്കത്യം അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട ഒന്നാണ്. ഇതിൻ്റെ പിന്നിൽ മറ്റൊന്നുകൂടി ഉണ്ടോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. അങ്ങനെ ഈ വളർന്നു വരുന്ന ഈ ഭജന സംഘത്തെ കൊണ്ട് ക്ഷേത്രങ്ങളിൽ തന്നെ ക്രൈസ്തവ ഭജന കൂടി നടത്തി ആ വിശ്വാസത്തിലേക്ക് ഈ ക്ഷേത്രത്തിൽ വരുന്ന ആൾക്കാരെ കൊണ്ടുപോകുന്നതിന് വേണ്ടിയാണോ എന്നുകൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം ക്രൈസ്തവ മതത്തെ സംബന്ധിച്ചിടത്തോളം, അതിൽ ഇസ്ലാമിക മതത്തെ സംബന്ധിച്ചിടത്തോളം ഒക്കെ അവരുടെ മതങ്ങളിലേക്ക് ആളിനെ കൂട്ടുക എന്നുള്ളത് അവരുടെ രണ്ടു കൂട്ടരുടെയും ഒരു പ്രധാന പരിപാടിയാണ്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണോ എന്നുള്ളതും കൂടി ഒന്ന് സംശയിക്കേണ്ടിയിരിക്കുകയാണ്. നമുക്കറിയാം ഈ മതപരിവർത്തനം ഇന്ന് നമ്മുടെ രാജ്യത്ത് വളരെ വളരെ വ്യാപകമായി നടക്കുന്നുണ്ട്. അതിനെ എങ്ങനെയൊക്കെ പ്രതിരോധിക്കാൻ നമ്മുടെ സർക്കാരുകൾ ശ്രമിച്ചിട്ടും വലുതായിട്ട് വിജയിക്കുന്നില്ല എന്നുള്ളതൊരു വസ്തുതയാണ്. പിന്നെ ക്രൈസ്തവ മത വിശ്വാസികൾ നടത്തുന്ന ഈ മതപരിവർത്തനത്തിനെതിരെ കേരളത്തിന് പുറത്ത് അതിശക്തമായ എതിർപ്പുകൾ നേരിടേണ്ടി വരുന്നുണ്ട്. പക്ഷേ അതൊന്നും അത്ര കാര്യമായി അതിനെ ബാധിക്കുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നു. ക്രൈസ്തവ മതത്തിലേക്ക് ഹിന്ദു മതത്തിൽ നിന്നും പോകുന്ന ആളുകളുടെ സംഖ്യ കൂടിക്കൂടി ഇരിക്കുന്ന ഒരു ചിത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മറ്റ് സംസ്ഥാനങ്ങളിലെ ഭരിക്കുന്ന സർക്കാരും രാഷ്ട്രീയക്കാരുമൊക്കെ ഇവരെ സഹായിക്കുന്ന ചിത്രങ്ങളും നമുക്ക് കാണാൻ സാധിക്കുന്നു. പക്ഷേ കേരളത്തിൽ അങ്ങനെയില്ല. എങ്കിലും ഇവിടെയും മതപരിവർത്തന പരിപാടികളുണ്ട്. ഇപ്പോൾ പഴയതുപോലെ ഈ രോഗശാന്തി ശുശ്രൂഷ അങ്ങനെയുള്ള പരിപാടികളൊന്നും വലുതായിട്ട് വിജയിക്കാത്തത് കൊണ്ട് ആ രീതിയിലുള്ള മതപരിവർത്തനത്തിനുള്ള അവസരങ്ങൾ ഇപ്പോൾ കുറഞ്ഞു വന്നിരിക്കുകയാണ്. അതേപോലെ ഈ ധ്യാനം കൂടുന്ന പരിപാടിയും ഒന്നും ഇപ്പോൾ വലുതായിട്ട് എഫക്റ്റ് ആകുന്നില്ല എന്നുള്ളതും ക്രിസ്തു മതവിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം മതപരിവർത്തനം ഒരു പരിപാടിയായിട്ടുള്ള മാറ്റിയിട്ടുള്ളവരെ സംബന്ധിച്ചിടത്തോളം അത് അവർക്ക് വളരെ ദുഃഖവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിലാണ് ഈ നന്ദഗോവിന്ദം ഭജനക്കാരെ കൊണ്ട് ക്രൈസ്തവ ഭജന കൂടി ക്ഷേത്രത്തിനുള്ളിൽ നടത്തിക്കുക എന്ന് പറയുന്ന ആ പദ്ധതി
അത് നമ്മൾ എങ്ങനെയാണ് കാണേണ്ടത് ഓർക്കണം. അതിൻ്റെ പിന്നിൽ ഒരു ദുരുദ്ദേശം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് എങ്കിൽ അത് അവസാനിപ്പിക്കേണ്ടതാണ്. പുറത്ത് ഭജനയോ എന്ത് വേണമെങ്കിലും സംഘടിപ്പിക്കാം. ഒരു ഹിന്ദു യേശുക്രിസ്തുവിനെ പുകഴ്ത്തിക്കൊണ്ട് പാടുന്നതിലൊന്നും ഒരു ബുദ്ധിമുട്ടുമില്ല, അത് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷേ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അത് വ്യത്യസ്തമാണ്. അത് ഈ ക്ഷേത്രവും ക്ഷേത്ര പരിസരവും എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തേതായിട്ടുള്ളൊരു സ്പന്ദനം ഒരു ഹൈന്ദവികതയുടേതാണ്, വിശ്വാസത്തിൻ്റേതാണ്, ആരാധനയുടേതാണ്. അതിനെയൊക്കെ ഡിസ്റപ്റ്റ് ചെയ്യുന്ന ഒരു പദ്ധതിയായി പോകും. മറ്റ് മതവിശ്വാസങ്ങളുടെ ഈ രീതികളെയൊക്കെ കൊണ്ടുവരിക, അവിടെ ആരാധ്യ പുരുഷന്മാരെ ഒക്കെ പ്രകീർത്തിക്കുന്നത് വരുമ്പോൾ ഇതുമായിട്ട് കോൺഫ്ലിക്റ്റ് വരുന്നു. കാരണം നമുക്കറിയാം, അതായത് ഹിന്ദു മതത്തിലെ ദേവീദേവന്മാരെയൊന്നും ആരാധനയ്ക്ക് അർഹരായിട്ടുള്ളവരല്ല എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ക്രൈസ്തവ മതവിശ്വാസികളും ഇസ്ലാമിക മതവിശ്വാസികളും. അതുകൊണ്ട് ഈ നന്ദഗോവിന്ദം ഭജനത്തിൽ വന്നിട്ടുള്ള ഈ ഒരു മാറ്റം അത് ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് ആലോചിക്കണം. അത് ആവശ്യമില്ല എന്ന് തോന്നുന്നുവെങ്കിൽ ഈ ക്ഷേത്രങ്ങളിലെ ഇത്തരം ഭജന നടത്തുന്നതിനുള്ള അവസരം കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മുടെ മതേതരത്വം കാണിക്കാൻ വേറെ എവിടെയെല്ലാം എന്തെല്ലാം അവസരങ്ങളുണ്ട്, അവിടെ ആകാമല്ലോ. ക്ഷേത്രത്തിൽ തന്നെ വേണോ ഈ മതേതരത്വം കാണിക്കേണ്ടത്?